നെന്മാറ പോലീസ് സംവിധാനത്തിന്റെ പൂർണ്ണമായ തകർച്ചയാണ് നെന്മാറ ഇരട്ടക്കൊലയിലേക്ക് എത്തിച്ചത്. ജാമ്യ വ്യവസ്ഥ ലംഘിച്ച് നെന്മാറ പഞ്ചായത്തിൽ പ്രവേശിച്ച ചെന്താമര എന്ന പ്രതി കൊലവിളി മുഴക്കിയിട്ടും കേസെടുക്കാതെ ശാസിച്ചു വിടുകയായിരുന്നു പോലീസ്. പോലീസ് സംവിധാനത്തിലുള്ള എല്ലാ വിശ്വാസവും നഷ്ടമായെന്ന് പറയുന്നു അമ്മയും അച്ഛനും നഷ്ടമായ അതുല്യയും അഖിലയും. ഇന്നലെ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട സുധാകരന്റെ മക്കളുമായി പ്രിയ ഇളവള്ളിമഠം സംസാരിച്ചു. ആദ്യം ആ പ്രതികരണം കേൾക്കാം. കുട്ടികളുടെ ഈ പൊള്ളുന്ന ചോദ്യങ്ങൾക്ക് കേരള പോലീസിന് എന്തുത്തരം നൽകാനുണ്ട് എന്നുകൂടി നമുക്കറിയണം. സുധാകരന്റെയും സജിതയുടെയും മക്കളാണ് അതുല്യയും അഖിലയും. അമ്മ സജിത മരിക്കുമ്പോൾ അഖിലയ്ക്ക് പ്രായം വെറും 14 വയസ്സാണ്. അതേ കൊലയാളി തന്നെ ഇപ്പോൾ അച്ഛൻ്റെ ജീവനും എടുത്തിരിക്കുന്നു. എന്ത് ചെയ്യുമെന്നറിയാതെ 2 പെൺമക്കൾ ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു വെറും സംശയത്തിൻ്റെ പേരിലുണ്ടായ വൈരാഗ്യവും പകയുമാണ് ഒരു കുടുംബത്തെ മുഴുവൻ ഇങ്ങനെ തന്നെ ഇല്ലാതാക്കിയത്. ഇപ്പോഴും ഇവർ പ്രതീക്ഷയിലാണ് ആ പ്രതിയെ പിടികൂടാൻ കഴിയും പോലീസിന് എന്നത്. നിങ്ങളിപ്പോൾ എന്താണ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്? അയാളെ കിട്ടിയിട്ട് കൊല്ലുക. എന്തിനാ ഇങ്ങനെയുള്ള ആൾക്കാരനെ വളർത്തി 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 കൊണ്ടുപോകണമെന്ന് എനിക്കറിയില്ല. അമ്മ പോയി, അച്ഛനും പോയി. ഞങ്ങളിനി എവിടെ ഇരിക്കുക? ഞങ്ങൾക്കിനി ആരും ഉള്ളത്? എന്തുകൊണ്ട് പോലീസ് ആക്ഷൻ എടുത്തില്ല? ഞങ്ങളിനി എവിടെ പോയിരിക്കും? പോത്തുണ്ടെങ്കിൽ പോകാൻ പറ്റൂ? ഞങ്ങൾക്കിനി ആരും ഉള്ളത്? നിങ്ങൾ അന്ന് പരാതി കൊടുത്തിരുന്നില്ലേ? പോലീസിൽ പരാതിയായിട്ട് തന്നെ എഴുതി കൊടുത്തിരുന്നു? എഴുതിയിട്ട് തന്നെ കൊടുത്ത് 29-ാം തീയതി എഴുതി. ആ SIന്റെ അവിടെ ഞങ്ങൾ പറഞ്ഞിതാക്കിയത്. 2 കൊല്ലം കൂടുമ്പോൾ പോലീസ് മാറുമ്പോൾ അവർക്കും ഒന്നും അറിയണില്ലാണ്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് കൊടുത്തതാണ്. എന്നിട്ടും അയാൾ എന്തെങ്ങനെ അവര് ഒന്നും നേരെ ഇതാക്കാത്തൊന്നും അറിയില്ല. നാട്ടുകാരും കുറെ ഇതാക്കിയിട്ടില്ല. അപ്പൊ അവർക്ക് അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കിക്കൂടെ? അയാൾ ആരുടെ അടുത്ത് ഒന്നുമേ സംസാരിക്കാണ്ട് ഇങ്ങനെ എല്ലാം ചെയ്ത് കൊണ്ടുവരികയാണ്. അപ്പൊ പോലീസുകാർ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുണ്ടോ, അയാളുടെ എന്തെങ്കിലും ആംഗ്യങ്ങൾ നിങ്ങൾ എന്തെങ്കിലും കണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഞങ്ങൾ എന്താ പറയുക? അയാൾ ഒന്നും മിണ്ടാതെ എല്ലാം അങ്ങനെ പെട്ടെന്ന് എന്താ അയാളുടെ മൈൻഡിൽ തോന്നണതൊക്കെ ചെയ്യാണ്. അച്ഛനും അച്ഛമ്മയൊക്കെ ഇങ്ങനെ പറയാറുണ്ടായിരുന്നോ പേടിയുണ്ട് അവിടെ നിൽക്കാനൊക്കെ? അച്ഛമ്മയ്ക്ക് പേടിയുണ്ടായിരുന്നു. പിന്നെ അച്ഛൻ ലോറി ഡ്രൈവർ ആയതുകൊണ്ട് അച്ഛൻ ഇങ്ങനെ എന്തെങ്കിലും ഞായറാഴ്ച വരും, തിങ്കളാഴ്ച പോകുക, അങ്ങനെയുള്ളത് കൊണ്ട് അത്ര ഇതില്ല. ഇനി എന്തിനാ മകളെ? കുഴപ്പമില്ല അച്ഛൻ, ഞാൻ ചോദിച്ചതാണ് അച്ഛൻ്റെ അടുത്ത്, അച്ഛൻ പേടിയുണ്ടോ ചോദിച്ചപ്പോൾ ഇല്ല, എന്തിനാ കുഴപ്പമില്ല, ഇത്രയും വയസ്സായില്ലേ എന്നൊക്കെ പറഞ്ഞതാണ്. ഞങ്ങൾക്ക് ആകെ അച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛനും പോയി. ഇനി ഞങ്ങൾക്ക് ആരും ഉള്ളത്? എന്തത്ര പക ഉണ്ടാവാൻ കാര്യം? അത് അയാൾക്ക് തന്നെ അറിയുള്ളൂ. ഇപ്പൊ അച്ഛൻ എന്ത് ചെയ്തെന്നേ അറിയില്ല. അമ്മ എന്ന് പറഞ്ഞ അവരുടെ പഞ്ചായത്ത് പണിയിൽ അമ്മയും പോയിട്ടുണ്ടായിരുന്നു. അവര് അതിൽ ADS ഒക്കെ ആയിരുന്നു. അപ്പൊ